Hi friends, welcome to Amanas Kitchen. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ കൊണ്ട് ഒരു അടിപൊളി കറിയാണ് വഴുതനങ്ങ പുളിങ്കറി. വഴുതനങ്ങ പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് ആദ്യം മസാല പുരട്ടണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കട്ട് ചെയ്യണം. അതിൻ്റെ തണ്ടൊന്നും കളയാൻ പാടില്ല. ഇതിനെ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഇത് അടർന്നു പോകരുത്. ഇതുപോലെ എല്ലാ വഴുതനങ്ങയും ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം നമ്മൾ ചെയ്തെടുത്തു. ഇനി ഇതിന് വേണ്ട മസാല റെഡിയാക്കണം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ മസാല ഈ വഴുതനങ്ങയുടെ ഉള്ളിലും പുറമേയും ഒക്കെ തേച്ച് പിടിപ്പിക്കണം. നല്ലപോലെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി പുറമേയൊക്കെ നമുക്ക് മസാല ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇനി ഇത് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് ഇനി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഓരോ വഴുതനങ്ങയും നമുക്ക് ഇട്ട് കൊടുക്കാം. മറിച്ചിട്ടും വേവിക്കണം. നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇത് കോരി എടുക്കാം. അടുത്തതായി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിനെ നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇഞ്ചി ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് 2 സബോള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്യണം. സബോള ഇനി നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ മസാല നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കണം. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അത് നല്ലപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്തതാണിത്. ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് ഒരു തിക്കായിട്ട് വരണം. ഇതിനിടെ നമുക്ക് ഒരു ശർക്കര ചേർക്കണം. ഒരു ശർക്കരയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കായംപൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ മുഴുവനായിട്ടുമില്ല, കുറച്ച് മതി. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ വറ്റിച്ചെടുക്കാം. നേരത്തെ നമ്മൾ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുത്ത പോലെ അതിനൊന്നും ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ ഓയിലിൽ മസാല ഒന്നും പറ്റാതെ വെറുതെ ഓയിലിൽ ഇതുപോലെ വഴുതനങ്ങ ഫ്രൈ ചെയ്താലും മതി. ഇപ്പോൾ കറി നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് വറുത്തിടാം. ഇതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായാൽ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കിയ ശേഷം നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.